അന്നമനട ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറിയുടെ നിർമ്മാണത്തെ ചൊല്ലി ഭരണപ്രതിപക്ഷ ബഹളം. കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിലെത്തി പ്രതിഷേധിച്ചത് തർക്കത്തിനിടയാക്കി. ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ തുക അനുവദിച്ച നേതാക്കളുടെ പേര് മറച്ചുകൊണ്ടുള്ള പ്രവർത്തികൾ നടത്തുന്നതിനെതിരെ കോൺഗ്രസ് ശക്തമായി പ്രതിഷേധിച്ചു. അന്നമനട പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിന് ഫണ്ട് അനുവദിച്ച അന്നത്തെ MP ആയിരുന്ന K കരുണാകരന്റെയും MLA ആയിരുന്ന TU രാധാകൃഷ്ണന്റെയും പേര് മറച്ചുകൊണ്ടാണ് ബസ് സ്റ്റാൻഡിൽ ഡിജിറ്റൽ ലൈബ്രറി നിർമ്മാണം നടത്തുന്നത് എന്നാരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റ് ചേംബറിലെത്തി പ്രതിഷേധിച്ചത്. തുടർന്ന് ഭരണപക്ഷാംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും തമ്മിൽ വാക്കുതർക്കമായി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എത്തി കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. രാജ്യത്ത് ജീവിച്ച് നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തി അധികാരം നേടിയെടുത്ത് സമൂഹത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തന്ന ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും അവരുടെ പേരുകൾ ഒരു സ്ഥലത്തു നിന്നും നീക്കം ചെയ്യാൻ കോൺഗ്രസ് ശ്രമിക്കാറില്ലെന്നും അത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യാനാണ് അന്നമനടയിൽ LDF ശ്രമിക്കുന്നതെന്നും അന്നമനട പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PD ജോസ് ആരോപിച്ചു. ഈ രാജ്യത്ത് ജീവിച്ച് വളർന്ന് പൊതുപ്രവർത്തനം നടത്തി സാമൂഹിക അംഗീകാരം കിട്ടിയിട്ടുള്ള ആളുകളുടെ നിലപാടുകൾ MPമാരുടെയും MLAമാരുടെയും മുഖ്യമന്ത്രിമാരുടെ ആയാലും രാഷ്ട്രീയ നേതാക്കളുടെ ആയാലും പേരുകൾ നീക്കം ചെയ്യുന്ന നടപടി ഞങ്ങൾ സ്വീകരിക്കാറില്ല. പക്ഷേ ആ നീക്കം ചെയ്യുന്ന നടപടി ഇവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിഷേധം. ലൈബ്രറി നിർമ്മിക്കുന്നതിൽ എതിരല്ലെന്നും MP-യുടെയും MLA-യുടെയും പേരുകൾ മറച്ചുവെച്ചുള്ള പ്രവൃത്തികൾ നടത്താൻ സമ്മതിക്കില്ലെന്നുമാണ് കോൺഗ്രസ് അംഗങ്ങൾ പറയുന്നത്. പണിയെടുക്കുന്നതിന് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷേ K കരുണാകരൻ്റെ അന്ന് പൈസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്താണ് K കരുണാകരൻ 25 ലക്ഷം രൂപയും TU രാധാകൃഷ്ണൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും തന്ന് ഈ ബസ് സ്റ്റാൻഡ് പണി പൂർത്തീകരിച്ചത്. ആ ബസ് സ്റ്റാൻഡിന്മേൽ നിയമപ്രകാരം ആ ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ നിയമത്തിലുള്ളതാണ് MLA-യുടെയും MP-യുടെയും ഫണ്ട് എന്ന് എഴുതി വയ്ക്കണമെന്ന്. അതനുസരിച്ച് അവിടെ എഴുതി വച്ചിരുന്നതാണ്. ആ പേര് മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ACP വർക്ക് നടക്കുന്നത്. അത് പൊളിച്ചു മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. KK രവി നമ്പൂതിരി, ടെസി ടേറ്റസ്, KA ഇക്ബാൽ, നിർമ്മൽ സി പാത്താടൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. എന്നാൽ കോൺഗ്രസ് നടത്തുന്നത് ദുഷ്പ്രചരണവും പ്രഹസന സമരവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് പറഞ്ഞു. ആധുനിക ഡിജിറ്റൽ റഫറൻസ് ലൈബ്രറിയുടെ നിർമ്മാണം തടയാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇന്ന് മാർച്ച് 25 വാർഷിക പദ്ധതിയുടെ അവസാന കാലഘട്ടത്തിൽ ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു അനാവശ്യ ആഭാസ സമരം അരങ്ങേറുകയുണ്ടായി. ഇന്നലെ രാത്രി കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിലും സോഷ്യൽ മീഡിയകളിലും അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ പേര് മാറ്റാൻ ഗൂഢശ്രമം നടക്കുന്നുണ്ട് എന്ന ദുഷ്പ്രചരണം നടത്തിക്കൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലും ആലോചിക്കാത്ത ഒരു സംഭവത്തെ ഈ ഡിജിറ്റൽ റഫറൻസ് ലൈബ്രറിയുടെ പണി തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇത്തരത്തിലുള്ളൊരു പ്രഹസന സമരമായി ഇന്ന് വരികയും കോൺട്രാക്ടറെ ഭീഷണിപ്പെടുത്തുകയും പണികൾ തടസ്സപ്പെടുത്തുകയും പണി നിർത്തിവെക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. മീഡിയ ടൈം, മാള.